കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരുവാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ ഞായറാഴ്ചത്തെ വചനഭാഗങ്ങളെല്ലാം പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, അബ്രാഹാം സൊദോം നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ചോദിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ കർത്താവായ യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് മധ്യസ്ഥനായിരിക്കുന്നുവെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സുവിശേഷത്തിൽ ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരുവൻ ഈശോയോട് പറയുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്. എത്രയോ ആളുകളാണ് കാരിഷ് ഭവനിൽ ഓരോ ദിവസവും വന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദാഹം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ ദൈവം തന്നെയാണ് ആ ദാഹം നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവത്തിനു വേണ്ടി ഒരു ദാഹം അവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. ആ ദാഹമാണ് പ്രാർത്ഥിക്കുവാൻ നമ്മളെ എന്നും പ്രേരിപ്പിക്കുന്നത്. ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടായെങ്കിൽ ഈ പ്രാർത്ഥന വളരെയധികം ഉപകാരപ്പെടും. ആദ്യമായിട്ട് തന്നെ ഈശോ വിളിക്കുന്നത് പിതാവേ എന്നാണ്. സർവശക്തൻ എന്നല്ല, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവേ എന്നല്ല, അത്യുന്നതൻ എന്നല്ല, പിതാവേ എന്നാണ് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഈശോയ്ക്ക് അത്രമാത്രം ഒരു ഇൻറ്റിമസി, ഒരു സ്നേഹബന്ധം ആ പിതാവുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഈശോ ദൈവത്തെ പിതാവായിട്ട് സ്വീകരിച്ചുകൊണ്ട്, പിതാവായിട്ട് കണ്ടുകൊണ്ട്, പിതാവേ എന്നുള്ള ആ സ്നേഹബന്ധത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കും പിതാവേ, എൻ്റെ സ്വർഗീയ അപ്പച്ച, എൻ്റെ ഡാഡി അല്ലെങ്കിൽ അപ്പ എന്ന് ദൈവത്തെ വിളിക്കുവാൻ ഈശോ കാണിച്ചു തരികയാണ്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈശോ പിതാവിൻ്റെ ഏകപുത്രനാണ്. മാമോദീസായുടെ സമയത്തും താബോർ മലയിലും
ആ വെളിപാടുണ്ടായി, ഇതാ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ആ ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് തൻ്റെ പുത്രത്വത്തിലേക്ക്. നമ്മളെല്ലാവരെയും സഹോദരങ്ങളായിട്ട് ഈശോ സ്വീകരിക്കുകയാണ്. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവേ എന്ന ദൈവത്തെ വിളിക്കുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോ ദൈവപുത്രനാണ്. ആ ദൈവപുത്രത്വത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളെയും എന്നെയും ഈ എല്ലാ മക്കളെയും വിളിക്കുകയാണ്. ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് പിതാവിനെ വിളിക്കുവാൻ അത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നു, അങ്ങയുടെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വഴികളിലൂടെയുള്ള ജീവിതം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ജീവിതം, ദൈവം ഭരിക്കുന്ന ഒരു ജീവിതം, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ സ്വർഗത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കണം ഭൂമിയിലും. സ്വർഗവും ഭൂമിയും ഒരുപോലെ പോകണം. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിയന്ത്രണം, ദൈവത്തിൻ്റെ ഭരണമായിരിക്കണം. നമുക്കും ആത്മപരിശോധന ചെയ്യാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്നെ നിയന്ത്രിക്കുന്നത് എന്തൊക്കെയാണ്? എൻ്റെ ചിന്തകളെ, എൻ്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്തൊക്കെയാണ്? വീണ്ടും നമ്മൾ ഈശോ പഠിപ്പിക്കുന്നു, അവിടുത്തെ നാമം പൂജിതമാകണമേ. ദൈവത്തിൻ്റെ നാമം അതെല്ലാ നാമങ്ങളെക്കാട്ടിലും ഉന്നതമായ ഒരു നാമമാണ്. നമുക്കറിയാം, നമ്മൾ പറയും, ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, അതുപോലെ എൻ്റെ വീടിനെ സ്നേഹിക്കുന്നു, എൻ്റെ കാറിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പട്ടി, പൂച്ച, ഇതിനെല്ലാം ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ നമ്മൾ പറയും. അതിലൊന്നല്ല ദൈവം. അത് സ്നേഹിക്കുന്നത് പോലെ, അങ്ങനെയുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ സ്നേഹിക്കുന്നത് പോലെയുള്ളതല്ല ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം ഏറ്റവും ഉന്നതമാണ്. ദ ഹയസ്റ്റ് ഗുഡ്, ഏറ്റവും ഉന്നതമായ നാമമാണ് ദൈവത്തിൻ്റെ നാമം. അപ്പോൾ ദൈവത്തെ നമ്മൾ ആ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്തുകൊണ്ട് മറ്റ് വസ്തുക്കളെയോ വ്യക്തികളെയോ നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ അതിനു വേണ്ടി ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. എന്താണ് ഈ ആഹാരം? നമ്മുടെ വിശപ്പ് അകറ്റാനുള്ള ആഹാരമല്ല, ചോറും കറിയും ഒന്നുമല്ല. ഈ ആഹാരം അനശ്വരമായ അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം, ആ അപ്പം ഭക്ഷിക്കുവാൻ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, സ്വർഗീയ അപ്പം, ആ അപ്പത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ ഈ അപ്പം ആവശ്യമാണ്. എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന നമുക്കറിയാം. കുർബാന സ്വീകരിക്കുമ്പോൾ, ഈശോയെ അപ്പമായി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്, ദൈവത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദാഹത്തിന് അത് വലിയൊരാശ്വാസമാണ്. ഈ അപ്പത്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത്, അങ്ങന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. വീണ്ടും ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പാപിനിയായ സ്ത്രീയോട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. അതുപോലെ തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ കിടക്കയും എടുത്ത് നീ പോവുക. പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുള്ള ഈശോ, മറ്റാർക്കും ഈ അധികാരമില്ല. പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് പിതാവായ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് ഈശോയ്ക്കാണ്. ഈശോ ആ പാപം മോചിക്കുവാൻ, പാപങ്ങൾ ക്ഷമിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നു.
ഈശോ വന്നത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാനാണ്. പിതാവിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുവാനാണ്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? പാപങ്ങൾ മോചിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പിതാവിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈശോയുടെ മനുഷ്യാവതാരം തന്നെ അതിനു വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരും പിതാവിനെ അറിയുന്നവരാകണം. പിതാവിനെക്കുറിച്ച് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പിതാവിൻ്റെ സ്നേഹം എന്താണെന്നും പിതാവിൻ്റെ കരുണ എത്ര ആഴമുള്ളതാണെന്നെല്ലാം ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഉപമകളിലൂടെയും എല്ലാം അതേക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. ദൈവം പിതാവാണെന്നും ആ പിതാവ് സ്നേഹം മാത്രമാണെന്നും ആ പിതാവ് കാരുണ്യമാണെന്നും നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ആ പിതാവായ ദൈവത്തിലേക്കുള്ള വഴിയാണ് ഈശോ. ആ വഴിയെ നമ്മളെ നടത്തുവാൻ, പിതാവിലേക്ക് നമ്മളെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് ഈശോ വന്നത്. തന്നോടുകൂടെ നമ്മളെ ഓരോരുത്തരെയും ആ പിതാവിലേക്ക് യാത്ര ചെയ്യിക്കുകയാണ്, യാത്രയിൽ നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന പാപമോചനം, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സ്നേഹവും പാപമോചനവുമൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം. നമുക്ക് ദൈവത്തിൽ നിന്നും കിട്ടുന്ന സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകണം. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. അവസാനം, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വളരെ ധാരാളം പ്രലോഭനങ്ങളുള്ള ജീവിതമാണ്. കാരണം മനുഷ്യരായ നമ്മളിൽ എല്ലാവരുടെയും ഉള്ളിൽ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്, പ്രകാശമുണ്ട്, അന്ധകാരമുണ്ട്, ജഡമുണ്ട്, ആത്മാവുണ്ട്. നമുക്ക് മാനുഷികമായിട്ടുള്ള ഒരു തലമുണ്ട്, ദൈവികമായിട്ടുള്ള ഒരു തലമുണ്ട്. ഇത് രണ്ടും കൂടെ കൂടിയതാണ് നമ്മുടെ മനുഷ്യ ജീവിതം. ഒരിക്കലും നമുക്ക് നന്മയിലൂടെ മാത്രം, പ്രകാശത്തിലൂടെ മാത്രം, ആത്മാവിലൂടെ മാത്രം, ദൈവികതയിലൂടെ മാത്രം ജീവിക്കുവാൻ സാധ്യമല്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നന്മ തിന്മകൾ എല്ലാവരിലുമുണ്ട്. ഈ നന്മയും തിന്മയും, അന്ധകാരവും പ്രകാശവും, ജഡവും ആത്മാവും തമ്മിൽ ഒരു നിരന്തര സംഘർഷം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എത്രയോ ദുർഭകനായ മനുഷ്യൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നന്മ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹമുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. ഇതൊരു ആന്തരിക സംഘർഷമാണ്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിക്കുന്നത്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ, തിന്മയെ നന്മ കൊണ്ട് ജീവിക്കുവാൻ, ജഡത്തെ ആത്മാവ് കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ, അന്ധകാരത്തെ പ്രകാശം കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ, ഞങ്ങൾക്ക് വിശ്വാസം തരണമേ, ഞങ്ങൾക്ക് ഉണർവ് നൽകണമേ, ഊർജം നൽകണമേ. ഈശോ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ലോക ജീവിതയാത്ര ഈ സംഘർഷത്തിലൂടെ, ഒരു വലിയ യുദ്ധത്തിലൂടെയാണ്. നന്മയും തിന്മയും, ആത്മാവും ജഡവും തമ്മിലുള്ള യുദ്ധത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. ഈ സംഘർഷത്തെ നമ്മൾ മനസ്സിലാക്കുക, അതിനെ തിരിച്ചറിയുക, അതിനെ സ്വീകരിക്കുക, അതിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുള്ള യാത്രയാണ്. ഈ ഒരു പ്രാർത്ഥനയാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസവും നമ്മളെല്ലാവരും തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്ക് ഈ ചിന്തകൾ മനസ്സിൽ ധ്യാനിക്കുകയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ള ആ ബോധ്യം, അവിടുത്തെ നാമം എപ്പോഴും പൂജിതമാകണം. സ്വർഗത്തിലെ പോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ, ദൈവവചനം വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങളിലൂടെ മാത്രം ജീവിക്കുവാൻ, ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. ആ ആഹാരം, സ്വർഗീയ അപ്പം ഭക്ഷിച്ചുകൊണ്ടുള്ള ആ ജീവിതം നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കട്ടെ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ ദൈവം നമ്മൾക്ക് നൽകുന്ന സ്നേഹവും ക്ഷമയും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സാധിക്കട്ടെ. പ്രലോഭനങ്ങളുടെ മുൻപിൽ പതറിപ്പോകാതെ പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി പിതാവായ ദൈവം നമുക്ക് നൽകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആന്തരിക സംഘർഷങ്ങളെയും ആന്തരിക യുദ്ധങ്ങളെയും സ്വീകരിച്ചുകൊണ്ട്
അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്കെല്ലാവർക്കും ശക്തി ലഭിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ ഭക്തിയോടെ ഈ ദിവ്യബലി അർപ്പിച്ച് ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്താം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം.